ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേറ്ററ്റ് എക്സാം റിസൾട്ട് ഒക്കെ വന്നു. അപ്പൊ ഇനി അടുത്തത് എന്ത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ സജിത. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ എക്സാം റിസൾട്ടുകൾ ഇതൊക്കെ തന്നെ ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നമ്മുടെ ഇത്തവണത്തെ കേറ്ററ്റിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കേറ്ററ്റ് എക്സാമിന്റെ റിസൾട്ട് ഒരു 60 ദിവസമൊക്കെ കഴിയുമ്പോൾ വരുന്നതാണ്. ഈ പ്രാവശ്യം റിസൾട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതേപോലെ തന്നെ HSA സോഷ്യൽ സയൻസ് എല്ലാത്തിനെയും നോട്ടിഫിക്കേഷൻ വന്നു, പക്ഷെ സോഷ്യൽ സയൻസ് വന്നില്ല. അപ്പൊ ആ സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ലേറ്റ് ആയി വന്നത് കൊണ്ട് അവിടെയും ഒരു അഡ്വാൻറ്റേജ് കിട്ടി. കാരണം ഇപ്പോൾ കേറ്ററ്റ് 3 പാസ്സായവർക്ക് സോഷ്യൽ സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റി. കാരണം റിസൾട്ട് ലേറ്റ് ആയി വന്നു, നോട്ടിഫിക്കേഷനും ലേറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ കേറ്ററ്റ് കിട്ടാത്ത ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളത് അടുത്ത ഒരു കേറ്ററ്റിനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക. അടുത്ത LP-UPക്ക് മുമ്പ് തന്നെ കേറ്ററ്റ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കേറ്ററ്റ് പരീക്ഷ പാസ്സായവരെ സംബന്ധിച്ചിടത്തോളം നമ്മള് LPSA അല്ലെങ്കിൽ UPSA നമ്മുടെ ഡ്രീം, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കയറി കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ കുറേ സ്റ്റെപ്പുകൾ ഉണ്ട്. ഇതെല്ലാം കയറി ഏറ്റവും മുകളിലാണ് നമ്മുടെ ഗോള്, നമ്മുടെ ലക്ഷ്യസ്ഥാനം. കോമ്പറ്റീഷൻ നല്ല കൂടുതലാണ്. എന്തായാലും 2026 നോട്ടിഫിക്കേഷൻ വരും, 2027 എക്സാം നടക്കും. അപ്പൊ ഈ 2027 എക്സാമിന് 2025 തൊട്ട് പഠിച്ചു തുടങ്ങണം. പല ഉദ്യോഗാർത്ഥികളുടെയും ചോദ്യം അതാണ്, പഠിച്ചു തുടങ്ങണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പറയും മലപ്പുറം ജില്ല വെച്ചാൽ മതി, പെട്ടെന്ന് ജോലി കിട്ടും, ഒരുപാട് ജോലി സാധ്യത ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരം വെക്കാം. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, എല്ലാം ഒരുപോലെ തന്നെയാ. ഏത് ജില്ല നമ്മൾ അപ്ലൈ ചെയ്താലും പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. ടീച്ചർ ജോബ് അത്യാവശ്യം നല്ല പാക്കേജ് ഉണ്ട്. പാക്കേജ് തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജ്. കോമ്പറ്റീഷനും ഉണ്ട്. ഇപ്പം LDC ഒക്കെ ആയിട്ട് കയറിയവർ പോലും തന്നെ പറയാറുണ്ട്, ഇപ്പൊ B.Ed അല്ലെങ്കിൽ TTC കഴിഞ്ഞ ഞങ്ങൾ ബൈ ട്രാൻസ്ഫർ നമ്മൾ ടെസ്റ്റ് എഴുതി ഇപ്പുറത്തേക്ക് നമ്മൾ വരാനായിട്ട് പോവാണ്, നമ്മൾ പഠിച്ച ജോബ് അതാണ്, 2 സാലറി ഇത്രയും കിട്ടുന്നതാണ്. അപ്പൊ നല്ല ഒരു ജോബ്, അതോടൊപ്പം നല്ല പാക്കേജ്. അപ്പൊ അതിനു വേണ്ടിയുള്ള നമ്മുടെ ശ്രമങ്ങൾ ആരംഭിക്കുക തന്നെ വേണം. അതായത് LP-UP പോലെ കോമ്പറ്റീഷൻ ഉള്ള ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ അവസാനത്തെ ഒരു 6 മാസം കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴേ അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിക്കണം. ഇപ്പോഴാകുമ്പോൾ ഡെയിലി ഒരു 2 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ ഒക്കെ വെച്ച് പഠിച്ചു സിലബസ് ഫുള്ള് കവർ ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് മാക്സിമം മോക്ക് ടെസ്റ്റുകളും ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 2026 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നമ്മൾ സിലബസ് ഒരുവിധം കവറായി. പിന്നീടുള്ള നമ്മുടെ സമയങ്ങൾ റിവിഷനും ലാസ്റ്റ് മിനിറ്റ് ടിപ്പുകളും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാമെങ്കിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പോയി നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റും. അത് പരീക്ഷാ ഹാളിൽ നമ്മൾ ഇപ്പോഴേ ആ പ്രിപ്പറേഷൻ ആരംഭിച്ചതിന്റെ ഒരു റിസൾട്ട് നമുക്ക് പരീക്ഷാ ഹാളിൽ കിട്ടും. അതിന്റെ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ കേറ്ററ്റ് നേടിയ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും അടുത്ത LP-UPക്കായിട്ടുള്ള ട്രെയിനിങ് ആരംഭിക്കുക. കേറ്ററ്റ് നേടിയിട്ടില്ലാത്തവര് അടുത്ത കേറ്ററ്റ് എക്സാമിനായിട്ടുള്ള പ്രിപ്പറേഷൻ ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഒന്നിന്റെയും പേരിൽ നമ്മൾ പഠനം ഇവിടെ നിർത്തരുത്. അപ്പൊ ഈ പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കായിട്ട് ഒരു കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് www.challengerup.in എന്ന വെബ്സൈറ്റിലേക്ക് ചെല്ലുക. ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ കേറ്ററ്റിന്റെ ബാച്ച് ഉണ്ട്. കേറ്ററ്റ് ജൂണിലാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ, സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ തരും. അതുപോലെ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് ഇപ്പൊ സൈക്കോളജിയിലൊക്കെ ചില പദങ്ങളൊക്കെ നമ്മൾ മറന്നു പോകത്തില്ലേ, അതൊക്കെ ഓർത്ത് വെക്കാനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കോഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഇതിനകത്ത് ഇപ്പൊ ഇത് 699 അതായത് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ടുള്ള നമ്മള് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഇത് നമ്മുടെ ഒരു ടീച്ചിങ് ചാനലാണ്. അപ്പൊ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കേറ്ററ്റ് ആണെങ്കിൽ അതുപോലെ HSA സോഷ്യൽ സയൻസ് അപ്ലൈ ചെയ്യാൻ കേറ്ററ്റ് 3 ഇപ്പൊ കിട്ടിയവർക്കും നേരത്തെ തന്നെ കേട്ടിട്ടുള്ളവർക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ടാവും, അപ്ലൈ ചെയ്യുക.
ദെൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ വരും. അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.